കവടിയാറിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ശ്രീ ആർ സഞ്ജയൻ. പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് സ്വാമിജിയെ സ്മരിക്കുന്നത്. ഈ പ്രതിമ നമ്മുടെ നഗരത്തിന് ഒരു തിലകക്കുറിയാണ്. ഇത് സ്ഥാപിച്ചിട്ട് ഇന്നേക്ക് 11 വർഷം പൂർത്തിയായിരിക്കുന്നു. സ്വർഗീയ പരമേശ്വർജിയുടെ നേതൃത്വവും സംഘടനാ കുശലതയും പ്രകടമാക്കിയ ഒരു സംരംഭമാണിത്. കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെയും രാമകൃഷ്ണ മിഷൻ്റെയും അതുപോലെ കേരളത്തിലെ വ്യക്തികളും സംഘടനകളും, സ്വാമിജിയെ ആദരിക്കുന്ന വ്യക്തികളും സംഘടനകളുമെല്ലാം ചേർന്ന് ഉയർത്തിയതാണ് ഈ പ്രതിമ. ചിക്കാഗോ പ്രസംഗത്തിൻ്റെ തലേ വർഷം 1892 ഡിസംബർ അവസാനം സ്വാമിജി തിരുവനന്തപുരത്ത് വന്നിരുന്നു. 9 ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഈ നഗരത്തിൽ. സ്വാമിജി മൈസൂർ രാജ്യത്ത് നിന്ന് ഷൊർണൂർ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, എറണാകുളം സന്ദർശനങ്ങൾ കഴിഞ്ഞാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. ഇവിടെ അദ്ദേഹം 9 ദിവസം തങ്ങി എന്നത് അതിനെ നമ്മൾ നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കില്ല. സ്വാമിജി അത്രയും ദിവസം മറ്റെവിടെയെങ്കിലും തങ്ങിയതായിട്ട്, തൻ്റെ പരിവ്രാജന കാലത്ത് തങ്ങിയതായിട്ട് എനിക്കറിയില്ല. ഒരു സ്ഥലത്ത് ഇപ്പോൾ സ്വാമിജി 9 ദിവസം താമസിക്കുകയും അന്നത്തെ തിരുവനന്തപുരത്തെ പ്രതിഭാധനന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുമായിട്ടൊക്കെ സംവാദം നടത്തി. അദ്ദേഹം നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബ് സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാരാജാവിനെ ദർശിച്ചു. അങ്ങനെ 9 ദിവസം സ്വാമിജി താമസിച്ച ഈ തിരുവനന്തപുരം പട്ടണത്തിൽ സ്വാമിജിയുടെ 150ാം ജയന്തി വർഷത്തോടനുബന്ധിച്ചാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. അതിൻ്റെ ഉദ്ഘാടനം നടന്നത് 2013 സെപ്റ്റംബർ 11 വൈകുന്നേരത്താണ് എന്ന് നമുക്ക് ഈ തരുണത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത 1893 വേൾഡ്സ് പാർലമെൻറ്റ് ഓഫ് റിലിജിയൻസ് ലോക സർവമത സമ്മേളനം, അത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു. അന്ന് നിലവിലുള്ള ഏതാണ്ട് എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ ഒത്തുചേർന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു ചിക്കാഗോ സർവമത സമ്മേളനം. അത് വലിയൊരു ആഗോള എക്സിബിഷൻ്റെ പ്രദർശനത്തിൻ്റെ ഭാഗമായിരുന്നു. ദ കൊളംബിയൻ എക്സ്പോസിഷൻ അറ്റ് ചിക്കാഗോ എന്നാണ് അതിന് പറയുന്നത്. അതായത് സ്പെയിൻകാരനായ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നതിൻ്റെ 400ാം വർഷത്തോടനുബന്ധിച്ച് അതുവരെ ലോകത്തിലുണ്ടായിട്ടുള്ള, പാശ്ചാത്യ നാട്ടിലോ അമേരിക്കയിലോ മാത്രമല്ല ലോകത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിയുടെ ഒരു പ്രദർശനം ആവിഷ്കരിക്കുക എന്നതായിരുന്നു ആ എക്സിബിഷൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിലൊരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും നമുക്കറിയാം. അത് ഞാനിവിടെ സമയക്കുറവ് മൂലം വിസ്തരിക്കുന്നില്ല. ആ കൊളംബിയൻ എക്സ്പോസിഷൻ്റെ ഭാഗമായിട്ടാണ് സർവമത സമ്മേളനവും സംഘടിപ്പിച്ചത്. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അമേരിക്കയിലെ
കർദിനാൾ ഗിബൺസ് ആയിരുന്നു. ഒരു കർദിനാളായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. പൗരസ്ത്യ മതങ്ങളുടെ പ്രതിനിധികളും അവിടെ എത്തിയിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് 7000-നും 8000-നും ഇടയിൽ പ്രേക്ഷകർ എല്ലാ ദിവസത്തെയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാ നിലയ്ക്കും അത് ലോകത്തിൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞൊരു സംഭവമാണ്. സ്വാമിജി അത് അവിടെ എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ടായതും അതിന് അദ്ദേഹം സഹിച്ച നിരവധി കഷ്ടപ്പാടും ത്യാഗവും എല്ലാം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ നിന്ന് തന്നെ ബ്രഹ്മസമാജത്തിൻ്റെയും തിയോസഫിക്കൽ സൊസൈറ്റിയുടെയും അതുപോലെ ജൈനമതത്തിൻ്റെയും ശ്രീലങ്കയിൽ നിന്നുള്ള ബുദ്ധമതത്തിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സ്വാമിജി നമ്മുടെ സനാതനധർമ്മത്തെ, ഹിന്ദുധർമ്മത്തെയാണ് അവിടെ പ്രതിനിധീകരിച്ച് എത്തിയിരുന്നത്. അദ്ദേഹം അവിടെ ഒരുപാട് സമ്മേളനങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ 6 പ്രസംഗങ്ങളാണ് പൂർണ്ണ രൂപത്തിൽ ലഭ്യമായിട്ടുള്ളത്. അതെല്ലാം ഈ മത സമ്മേളനത്തിൽ തന്നെ പ്രസംഗിച്ചതാണ്. അവിടെ ശാസ്ത്ര സമ്മേളനം ഉണ്ടായിരുന്നു, അവിടെയും അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ പ്രസംഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രസംഗം നമുക്ക് ലഭ്യം അല്ല. അപ്പോൾ സ്വാമിജിയുടെ നമുക്കറിയാം, സ്വാമിജി ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ പോയത് 1893 നമ്മുടെ രാജ്യം അടിമത്തത്തിൽ ഇരുന്ന കാലത്ത്. ഏതാണ്ട് 1857 സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, കുറച്ച് ദശകങ്ങളെ ആയിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് കവടിയാറിൽ വിവേകാനന്ദ സ്വാമി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ശ്രീ ആർ സഞ്ജയൻ വിവേകാനന്ദ സ്വാമിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ പ്രസംഗത്തെയും അനുസ്മരിക്കുകയായിരുന്നു.